ഹായ് ഹലോ കൂട്ടുകാരെ, ഇനി നമുക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടിയിട്ട് അറബി നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഞുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാം. ഇതിൻ്റെ പേര് ജരീഷ് എന്നാണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പം ഇത് ഇതുപോലെ ഞുറുക്ക് ആയിട്ടുള്ള ഗോതമ്പാണ്. അത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ടതായിരുന്നു. ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ള വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇച്ചിരി കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം വയ്ക്കാൻ, അതുകൊണ്ട് ഞാൻ ഇതിനകത്താക്കിയേക്കുന്നത്. അതുപോലെ ഒരു 2.5 കിലോ കോഴിയുടെ പകുതി വരുന്ന ഒരു കോഴി, പകുതിയായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു കോഴിയുണ്ട്. അപ്പം ഇതിനെ ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് നമ്മൾ വേവിക്കുക. എന്നിട്ട് ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് വെളിയിലെടുത്തിട്ട് ഇതിൻ്റെ മുള്ളെല്ലാം പിച്ചി കളഞ്ഞ് ഇതിൻ്റെ ഇറച്ചി മാത്രം ഇതിനകത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നതാണ്. അതിനുള്ള ഇത് നമുക്ക് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇടയ്ക്കെല്ലാം ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കുറയുന്നതനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് വേഗം വെച്ച് കൊടുക്കാം. ഇത് ഒരുവിധം വേവായി കഴിയുമ്പോഴത്തേക്കും ചിക്കനിലും കൂടെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അന്നേരം നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. നേരത്തേക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. തക്കാളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ട് മുട്ട പൊളിക്കുന്ന പോലെ തൊലി പൊളിച്ച് വെച്ചേക്കുന്നതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഗോതമ്പ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെറിയ തീയിലാണ് വച്ചിരിക്കുന്നത്. ചെറിയ തീ കിടന്ന് 1-2 മണിക്കൂറേലും വേകണം. നന്നായിട്ട് വെന്ത് നന്നായിട്ട് നമ്മളിങ്ങനെ തവിക്ക് അരങ്ങി വരുമ്പം അത് നന്നായിട്ട് ഉടഞ്ഞ് വരണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മളത് വേവിച്ചെടുക്കാൻ. അതുപോലെ തന്നെ കോഴിയാണേലും നമ്മൾ ഫോർക്കും കൊണ്ട് ഇങ്ങനെ കുത്തിയെടുക്കുമ്പം എടുക്കാൻ പരുവത്തിനുള്ള ഒരു രീതി വേണം അതും കോഴിയും വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പതിയെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഇത് നമ്മുടെ കോഴി ഗോതമ്പിനകത്ത് കിടന്ന് വെന്ത് നന്നായിട്ട് കണ്ടോ, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഫോർക്കും കൊണ്ട് എല്ലൊന്നും ഇല്ലാതെ പൊട്ടിച്ചെടുക്കാം. മൊത്തം പൊടിച്ചെടുക്കുന്ന പോലെ എടുക്കാം. എന്താ പറയുക, കൈക്ക് വേണേൽ ചെയ്യാം, പക്ഷെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ നമുക്ക് ഫോർക്ക് അയച്ചിട്ട് കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്കത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ കുഞ്ഞായിട്ട് പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഗോതമ്പിനെ അകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടെ കിടന്ന് വേകണം. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. നമ്മുടെ ജരീഷ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും ചിക്കൻ്റെ ഇത് റെഡിയാക്കിയിട്ട് ഇട്ടത് ഒക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ലപോലെ എല്ലാ ഭാഗത്തും ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടത് സബോള ചെറുതായിട്ട് അരിഞ്ഞത് വറുത്തെടുക്കണം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 1/4 ഭാഗം മുക്കാലാകണ്ട, അതിന് മുമ്പായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യമേ തന്നെ ഉപ്പിട്ടാൽ ചിലപ്പോൾ കല്ലിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം ഇടാത്ത. അങ്ങനെ ഇത് സംഭവം നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാം. അതിന് സബോള നമുക്ക് ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളി ചേർക്കാവുന്ന കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു 3-4-5 ഉള്ളിയോളം ഉണ്ട്. അത് ഇതുപോലെ തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നമുക്കത് വറുത്തെടുക്കാം. ഇത് നല്ല തീയിട്ട് തന്നെ വേണം ഇത് വറുത്തെടുക്കാൻ, ഇല്ലേ ഉള്ളിയിൽ എണ്ണ പിടിക്കും. നമുക്കിത് നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ ഉള്ളി വറുത്ത് എണ്ണയിലേക്ക് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുക്കണം. അല്ലെങ്കിൽ മറ്റേ ഗ്രേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ ഇതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ആ ഉള്ളി നമുക്ക് വെളുത്തുള്ളി നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പം ഗൾഫിലാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് തക്കാളി പേസ്റ്റും കൂടെ ചേർത്താണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്കിവിടെ അതില്ലാത്തത് കൊണ്ട് തക്കാളി മാത്രം അരച്ചിട്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച തക്കാളി അരച്ചതാണ് ഇത് വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടി, എരിവിന് ശകലം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നിടം വരെ ഇച്ചിരി നേരം തിളയ്ക്കാൻ വിട്ട് കൊടുക്കാം. സോസ് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. മാത്രമല്ല വെള്ളം കുറച്ച് വേണം നമ്മളിത് ചെയ്യുമ്പം ചെയ്തെടുക്കാം. പിന്നീട് നമ്മൾ ഈ തക്കാളിയുടെ സോസും ഒക്കെ കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും വെള്ളം അധികമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെന്തുകൊണ്ടിരിക്കുമ്പം കുറച്ച് വെള്ളത്തിൽ വയ്ക്കുന്നത്. പിന്നീട് നമുക്ക് വെള്ളം വേണ്ടി വന്നാൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ തക്കാളി പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനൊരു മങ്ങിയ കളറ്, അല്ലെങ്കിൽ നല്ല ചുമന്ന കളറിലിരിക്കേണ്ടതാണ്. നമുക്കതിവിടെ കിട്ടാനില്ല. എത്ര തക്കാളി അരച്ചാലും കളറിനൊരു അത്രയും നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടത്തില്ല. അപ്പം നമുക്കുള്ള കളറിലൊക്കെ ചെയ്യാം. ഈ തക്കാളി പേസ്റ്റും കൂടെ ഇതിനകത്ത് ഒരു തക്കാളി പേസ്റ്റ് 100 ഗ്രാമിൻ്റെ ഒരു തക്കാളി പേസ്റ്റും കൂടി ഇതിൽ ചേർത്താലാണ് നല്ല കളർ കിട്ടുന്നത്. അപ്പം ചിക്കനൊക്കെ കണ്ടോ, നല്ല നൂല് പോലെ എല്ലായിടത്തും നന്നായിട്ട് ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കാൻ. ചൂടോടെ കഴിക്കുകയും വേണം. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഈ ഉള്ളി വറുത്ത് വെച്ച എന്തിനാണെന്ന്. ഉള്ളി ഇതാണ് ഷേപ്പിൽ വറുത്തേക്കുന്നത്. ഈ ഷേപ്പിലാണ് ഉള്ളി വറുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ടിട്ട് കഴിക്കുന്ന സാധനം വരും കേട്ടോ. ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാട്ടിത്തരാം. അപ്പം നമ്മുടെ ജെറീഷ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആയത് കഴിക്കാൻ കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഉണ്ടാക്കും. എനിക്കത് നല്ല ബോധ്യം കേട്ടോ. അപ്പം എന്താ പറയുക, ഇത് എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.